ഇഴഞ്ചാൻ മാലിന്യ വിഷയം ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. റെയിൽവേയുടെ രേഖകൾ ഹാജരാക്കുവാൻ കോടതി നിർദ്ദേശം നൽകി. ആഴയും പഴിചാരുവാനുള്ള സമയമല്ല, തോട്ടിലെ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യണമെന്നും ഹൈക്കോടതി. ഷബ്ന സിയാദ് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷബ്ന, എന്തൊക്കെ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? നിർണായകമായ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സംഗീത, ഈ വിഷയം ഹൈക്കോടതി ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. റെയിൽവേയോട് ഇതുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ആരെയും പരസ്പരം പഴിചാരാനുള്ള ഒരു സമയമല്ല ഇത് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രേഖകൾ എല്ലാം തന്നെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന്, ഈ തോട്ടിൽ ഒഴുകുന്ന മാലിന്യം സംബന്ധിച്ചാണ്. ഈ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണം. റെയിൽവേയുടെ ഭൂമിയിലുള്ള തോട്ടിലാണ് ഇത്തരത്തിൽ മാലിന്യം കുന്നുകൂടിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് കുപ്പികളടക്കം നിറഞ്ഞിരിക്കുകയാണ്. ഈ ഇന്നലെയുള്ള രക്ഷാപ്രവർത്തനത്തിനിടയിലുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് ഏത് രീതിയിലാണ് ഇത് നീക്കം ചെയ്യുക എന്നത് ഒരു കൃത്യമായൊരു പ്ലാൻ കോടതിയെ അറിയിക്കാനാണ് നിർദ്ദേശം. അതുപോലെ റെയിൽവേയും ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കണം. കോർപ്പറേഷനും ഉചിതമായ നടപടി സ്വീകരിക്കണം. ഇത്തരത്തിലുള്ള നടപടികൾ എന്താണ് എന്ന് ഇനി ഹർജി പരിഗണിക്കുമ്പോൾ അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ഷബ്ന, ഇഴഞ്ചാൻ മാലിന്യ വിഷയം ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.